ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ അൽ അഖീദത്തു അത്വഹാവിയയിൽ പറയുന്നു, വനുഹിബ്ബു അഹ്ലൽ അദ്ലി വൽ അമാനതി വനുബ്ഗിളു അഹ്ലൽ ജൗരി വൽ ഖിയാന. വനുഹിബ്ബു നമ്മൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, മഹബ്ബത്ത് വെച്ച് പുലർത്തുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലൽ അദ്ലി നീതി ചെയ്യുന്ന ആളുകളെ, നീതിമാന്മാരായ ആളുകൾ, ഭരണാധികാരികളാണെങ്കിലും ഉലമാക്കളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലാണെങ്കിലും ഏത് മേഖലയിലും നീതി വെച്ച് പുലർത്തുന്ന, നീതിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഇഷ്ടമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്നേഹിക്കുന്നു. വൽ അമാന, അതേപോലെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ കൃത്യത പാലിക്കുന്ന ആളുകൾ, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുകൾ, സാമ്പത്തിക കാര്യങ്ങളിലോ സാമൂഹിക കാര്യങ്ങളിലോ മറ്റ് ഏത് മേഖലയിൽ, തൊഴിൽപരമായ മേഖലകളിലോ ഏത് വിഷയത്തിൽ ഒരു കാര്യം ഏറ്റെടുത്ത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ അത് കൃത്യമായി നടപ്പാക്കുന്ന ആളുകൾ, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുകൾ ഖിയാമത്ത് നാളിനോട് അടുത്തു വരുന്ന കാലഘട്ടങ്ങളിൽ അമാനത്ത് എന്ന് പറയുന്ന കാര്യം ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് വളരെ 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 കുറഞ്ഞുകൊണ്ടുവരും എന്നുള്ള പ്രവചനങ്ങളുള്ള സഹീഹായ ഹദീസുകളുണ്ട്. ആളുകളെ വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിൽ വരും. എന്നിട്ട് ചില ആളുകൾ ഏതെങ്കിലും ഒരു നാട്ടിൽ കുറച്ചെന്തെങ്കിലും ഒരു വിശ്വാസത്തിന് കൊള്ളുന്ന ഒരാളുണ്ടെങ്കിൽ ആളുകൾ അത്ഭുതത്തോടുകൂടെ പറയും, ഇന്നാലിന്റെ നാട്ടിൽ ഒരു വ്യക്തിയുണ്ട്, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ്. ഇതിന് മാത്രം ആളുകളിൽ നിന്ന് ഈ മഹത്തായ വിശേഷണം, ഗുണം അത് ശോഷിച്ച് നഷ്ടപ്പെട്ടു പോകും. അഹ്ലുസുന്നത്തി വൽ ജമാഅ നീതിയുടെ ആളുകളെ, നീതിമാന്മാരായ ആളുകളെ സ്നേഹിക്കുന്നു. അതേപോലെ തന്നെ വിശ്വാസത്തിന് കൊള്ളുന്ന ആളുകളെയും അമാനത്ത്, അത് ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നവർ. വനുബ്ഗിളു അഹ്ലൽ ജൗരി വൽ ഖിയാന, ഈ പറയുന്ന ആദ്യം പറഞ്ഞതിന്റെ രണ്ട് വിപരീതമായ രണ്ട് സ്വഭാവങ്ങൾ, നീതിയുടെ വിപരീതമായ അക്രമം, അനീതി, അത് ചെയ്യുന്ന ആളുകളോട് വെറുപ്പാണ്. അഹ്ലുസുന്ന അവരെ വെറുക്കുന്നു, അവരോട് ബറാഅത്ത് ആയിരിക്കും അവർക്ക്. അവർ ചെയ്യുന്ന ദുൽമിന്റെ കാര്യത്തിൽ അവർക്കനുസരിച്ച് അവർക്കൊപ്പിച്ച് പറഞ്ഞ് കാര്യസാധ്യതയ്ക്ക് വേണ്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅ നിൽക്കുകയില്ല, അവരോട് വെറുപ്പായിരിക്കും. അതേപോലെ ഖിയാനത്ത് എന്ന് പറയുന്നത് അമാനത്തിന്റെ എതിരാണ്. ഖിയാനത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത വഞ്ചകന്മാരായ ആളുകൾ, ഏറ്റെടുത്ത കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ വഞ്ചന കാണിക്കുന്ന ആളുകൾ. നമ്മൾ ധാരാളം സമയം പലപ്പോഴും കേട്ട ഹദീസ് ആയത്തുൽ മുനാഫിഖി സലാസ, കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഭാവം, ഒരു വിശേഷണമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എണ്ണിയത് വഇദ ഉത്മിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും, വിശ്വസിക്കാൻ കൊള്ളൂല. കാപട്യമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് ഖിയാനത്ത്. അങ്ങനത്തെ ആളുകളോട് നമുക്ക് വെറുപ്പാണ്, അത് ചെയ്യുന്ന ആളുകളോട്. ഈ പറയുന്ന നീതിമാന്മാരും വിശ്വസ്തരുമായ ആളുകളെ സ്നേഹിക്കുന്നു. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅ നീതിയുടെ ഭാഗത്തായിരിക്കണം, അത് ചെയ്യുന്ന നീതിമാന്മാരായിരിക്കണം. അതേപോലെ വിശ്വസ്തരായിരിക്കണം, കൊള്ളാൻ പറ്റുന്ന ആളുകൾ,
ഏത് കാര്യങ്ങളിലും ഏറ്റെടുത്ത കാര്യങ്ങളിൽ ഏത് വിഷയത്തിലും വിശ്വസിക്കാൻ കൊള്ളുന്നവരായിരിക്കണം അഹ്ലുസുന്ന. ഒരിക്കലും ചതിയും വഞ്ചനയും അക്രമവും അനീതിയും ഉണ്ടാവരുത്. അതേപോലെ അഹ്ലുസുന്നയുടെ അടുത്ത് ഈ പറയുന്ന അക്രമം അനീതി ഉണ്ടാവാൻ പാടില്ല. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു ഹിബ്ബു എന്ന, നമ്മൾ സ്നേഹിക്കുന്നു. മഹബ്ബത്തിനെ കുറിച്ച് പറഞ്ഞു. മഹബ്ബത്ത് രണ്ട് വിഭാഗമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഉലമാക്കൾ അതിനെ രണ്ട് ഇനങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് വിശദീകരിക്കലുണ്ട്. ത്വബീഇയായ മഹബ്ബത്തുണ്ട്, പ്രകൃതിദത്തമായ സ്നേഹം. ഒരാൾക്ക് അവന്റെ കുട്ടികളോട്, കുടുംബത്തിനോട്, അതേപോലെ തന്നെ മക്കൾക്ക്, മാതാപിതാക്കളോട്, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം, സുഹൃത്തുക്കൾ തമ്മിലുള്ള സമ്പത്തിനോടുള്ള സ്നേഹം, ഇതുപോലത്തെ ത്വബീഇ എന്ന് പറയും, പ്രകൃതിദത്തമായത്. ഇതിൽ ഒരാൾക്ക് പ്രത്യേകമായി ഒരു ഇബാദത്ത് അതല്ലെങ്കിൽ പ്രതിഫലം ഒന്നും ഇതിലുണ്ടാവുകയില്ല. പിന്നെ നിയ്യത്തൊക്കെ നന്നാക്കിയാൽ ഈ പറയുന്നതിലൊക്കെ പ്രതിഫലം ലഭിക്കും ചെയ്യും. ഒരാൾ അവന്റെ കുട്ടികളെ സ്നേഹിക്കുന്നു, അതിൽ അവന്റെ നിയ്യത്ത് നല്ല നിയ്യത്തോടുകൂടെ സ്വാലിഹീങ്ങളായ മക്കളായിട്ട് വളർന്നു വരണം. അതിനുവേണ്ടി ഇങ്ങനെ നിയ്യത്തുകൾ നന്നാക്കിയാൽ ഹലാലായ അനുവദനീയമായ കാര്യങ്ങൾ അത് ഇബാദത്തായി മാറും. അത് വേറെ വിഷയം. അങ്ങനത്തെ മഹബ്ബത്തുണ്ട്. അതേപോലെ തന്നെ മഹബ്ബദീനിയ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഇബാദത്തായിട്ടുള്ള മഹബ്ബത്തുണ്ട്. ഹൃദയത്തിന്റെ അമലായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ കണ്ട, പുറത്തേക്ക് കാണൽ, അതിന്റെ ലക്ഷണങ്ങളെ കാണുള്ളൂ. മഹബ്ബത്ത്, സ്നേഹം എന്ന് പറയുന്നത് അത് ഹൃദയത്തിലായിരിക്കും. എന്തെന്നില്ലാത്ത സ്നേഹം, ഒരു ഉപാധിയുമില്ലാതെ, ഒരു ഡിമാൻഡും ഒരു ഷർത്തും ഒന്നുമില്ലാത്ത നിലക്കുള്ള പൂർണ്ണമായ സ്നേഹം. ആ പറയുന്ന സ്നേഹത്തിന്റെ ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനെ മാത്രമേ അങ്ങനെ സ്നേഹിക്കാനും പാടുള്ളൂ. ഒരു ഉപാധിയുമില്ലാത്ത നിലക്ക് അടിമകളായ നമ്മൾ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. ഉന്നതനായ അള്ളാഹുവിനെ, നമ്മുടെ റബ്ബിനെ, നമ്മുടെ ഇലാഹിനെ. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ, അവന്റെ ഉന്നതമായ വിശേഷണങ്ങൾക്ക് വെച്ചു നോക്കുമ്പോ സ്നേഹിക്കപ്പെടേണ്ടവനാണ്. എല്ലാ നിലക്കുള്ള സ്നേഹത്തിന്റെ ഉടമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പറയുന്ന സ്നേഹം, മഹബ്ബത്ത് എന്ന് പറയുന്ന അത് ഒരു ഭാഗവും, അതേപോലെ തന്നെ തഅളീം, ഖുശൂഅ്, ഖുളൂഅ്, ദില്ലത്ത് എന്ന് പറയുന്ന മറ്റൊരു ഭാഗവുമായിട്ട് തിരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയൽ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അദ്ദേഹത്തിന്റെ നൂനിയ എന്ന് പറയുന്ന ഒരു കിതാബില്, പദ്യത്തിന്റെ ബൈത്തുകളായിട്ടുള്ള ഒരു കിതാബാണത്. അതിൽ അദ്ദേഹം പറഞ്ഞു ഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി, വഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുതുബാനി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്തുകൊണ്ട് പോകാൻ മനുഷ്യരായ നമ്മെ പ്രേരിപ്പിക്കുന്നത്, അടിമകളായ നമ്മെ അനിവാര്യമാക്കുന്നത് അള്ളാഹുവിനോടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുക. അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും, അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള ബഹുമാന ആദരവ് കൊണ്ട് അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും, ഈ രണ്ട് അച്ചുതണ്ടിൽ കടന്ന് കറങ്ങിക്കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഇബാദത്ത് മുന്നേറുന്നത്. ഈ രണ്ട് വിശേഷണങ്ങൾ, സ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുകയാണ് അള്ളാഹുവിനെ കുറിച്ച്. അതിയായ സ്നേഹം അങ്ങേയറ്റത്തെ, അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും, ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് പൂർണ്ണ അളവിൽ നിർവഹിക്കാൻ ഈ വ്യക്തി പ്രാപ്തനാകും. അവനത് പ്രേരണയായി തീരുകയും ചെയ്യും. ഇതാണ് വഅലൈഹിമാ ഫലകുൽ ഇബാദത്തി ദായിറുൻ, ഈ പറയുന്ന അങ്ങേയറ്റത്തെ സ്നേഹം, അതേപോലെ തന്നെ അങ്ങേ അറ്റത്തെ ബഹുമാന ആദരവ്, താഴ്മ, വിനയം, ഈ പറയുന്ന ഇതിന്മേൽ കടന്നിട്ടാണ് ആരാധന എന്ന് പറയുന്ന ആ ഗോളം അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാദാറ ഹത്താ ഖാമത്തിൽ ഖുതുബാനി, ഈ പറയുന്ന രണ്ട് വിശേഷണങ്ങൾ, സ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ എത്രത്തോളമുണ്ട് അള്ളാഹുവിനെ കുറിച്ച്, എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് അവൻ ചെയ്തു തരുന്ന കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങളും മറ്റും, ഇത് ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എത്രത്തോളം ഈ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹമുണ്ടോ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായ ഞാൻ, എന്റെ അടുത്തുള്ള വീഴ്ചകളും കുറവുകളും പോരായ്മകളും മഹാനായ ഉന്നതനായ അള്ളാഹുവിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അത് കുറവുകൾ മനസ്സിലാക്കി ഈ താഴ്മയും വിനയവും ഒരാൾക്ക് എത്രത്തോളം അവന്റെ മനസ്സിലുണ്ടോ അതനുസരിച്ചായിരിക്കും അവന്റെ ഇബാദത്തിന്റെ വർധനവും അതിന്റെ ഗുണവും അതിന്റെ നന്മയും ആ വ്യക്തിക്കുണ്ടാകുക.
ആ വ്യക്തിക്ക് ഉണ്ടാകുക. ഈ പറയുന്ന മഹത്തായ സ്വഭാവങ്ങൾ, ഇത് രണ്ടും മഹത്തായ ഇബാദത്തുമാണ്. ഈ മഹബത്ത്, ഈ പറയുന്ന തഅളീം, ഈ ദില്ലത്ത്, ഖുശൂഅ്, ഖുളൂഅ് പോലത്തെ ഇത് ഖൽബിയായ ഹൃദയത്തിലുള്ള ആരാധന ഇബാദത്താണത്. ഇബാദത്ത് നമ്മുടെ നാവുകൾ കൊണ്ടുണ്ടാകും, അവയവങ്ങൾ കൊണ്ടുണ്ടാകും, ഖൽബിലുണ്ടാകും. അതിൽപ്പെട്ട ഇബാദത്താണ് മഹബത്ത്, ഖുശൂഅ്, ഖുളൂഅ്, ദില്ലത്ത് എന്നൊക്കെ പറയുന്നത്. അങ്ങേയറ്റത്തെ സ്നേഹം. വതദൂറു അലൈഹിമാ ഉമൂറുൽ ഇബാദാത്തി കുല്ലിഹ. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഈ പറയുന്ന രണ്ട് വിശേഷണങ്ങൾ ഒരാളെടുത്ത് എത്രത്തോളമുണ്ടോ അതിന്മേൽ കടന്നുകൊണ്ടായിരിക്കും അവന്റെ ഇബാദത്തുകളുടെ കറക്കം. അത് നന്നാവലും, അത് വർദ്ധിക്കലും, അത് പൂർണ്ണമാവലുമൊക്കെ ഈ പറയുന്ന വിശേഷണങ്ങളുള്ളതിനനുസരിച്ച് അള്ളാഹുവിനോട് എത്ര അധികം സ്നേഹമുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് എത്രത്തോളം താഴ്മയും വിനയവുമുണ്ട്. ആളുകൾ മുഴുവനും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുന്നവരാണ്. എല്ലാവരും ആരോട് ചോദിച്ചാലും അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവരുടെ വാക്ക്, ഈ പ്രവൃത്തി അവരുടെ വാക്കിനെ കളവാക്കുകയാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ വിരുദ്ധമായി കാണാൻ കഴിയും. അങ്ങനെയാണ് ധാരാളം ആളുകൾ ഉള്ളത്. അള്ളാഹുവിനെ അല്ലാതെ ഒരു ഉപാധിയുമില്ലാതെ, ഒരു ഡിമാൻഡും ഇല്ലാത്ത നിലക്ക് അള്ളാഹുവിനില്ലാതെ ഒരു സൃഷ്ടിയെയും സ്നേഹിക്കാനും പാടില്ല. മലക്കുകളെ പാടില്ല, പ്രവാചകന്മാരെ പാടില്ല, ഈ പറയുന്ന മറ്റുള്ള എല്ലാ സൃഷ്ടികളെയും, ഈ മലക്കുകളും പ്രവാചകന്മാരും കഴിച്ചേ പിന്നെ ബാക്കിയുള്ളത് മുഴുവനുമുള്ളൂ. ഈ പറയുന്ന എല്ലാ സൃഷ്ടികളോടുമുള്ള ഈ മഹബത്ത്, ഈ ആദരവ് അള്ളാഹുവിലുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. ആ സ്നേഹം അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലത്തെ സ്നേഹമല്ല, അത് ഫില്ലാഹി വലില്ലാഹിയാണ്. അള്ളാഹുവുള്ള സ്നേഹം, അള്ളാഹു കൽപ്പിച്ചത് കാരണം അതിനു വേണ്ടിയുള്ള സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമുക്ക് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് കൊണ്ട് അള്ളാഹു ആരൊക്കെ സ്നേഹിക്കുന്നു അവരെ നമ്മളും സ്നേഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, മലക്കുകളെ സ്നേഹിക്കുന്നു, മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നു, നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. നമ്മൾ അതുകൊണ്ട് മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇഹ്സാൻ എന്ന് പറയുന്ന നന്മയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു. ഇത് മുഴുവനും ഫില്ലാഹി വലില്ലാഹി എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കേണ്ടി. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ പ്രവാചകനെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അത് ഷിർക്കുൻ ഫിൽ മഹബ്ബ എന്നുള്ള വലിയ ഗൗരവമുള്ള വലിയ പാപത്തിലേക്ക് പോകുന്ന കാര്യം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നു, മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാനേ പാടില്ല. അങ്ങേയറ്റത്തെ സ്നേഹം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ബാക്കിയുള്ള മഹബത്ത് മുഴുവനും അള്ളാഹുവിലുള്ള സ്നേഹം. അള്ളാഹു അവരൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളും സ്നേഹിക്കുന്നു. അള്ളാഹു അവരെ സ്നേഹിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചത് കൊണ്ട് അതിനുവേണ്ടി നമ്മൾ അവരെ സ്നേഹിക്കുന്നു. അങ്ങനെയാണ്. അതും തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള ഈ മഹബത്ത്, അള്ളാഹു കൽപ്പിച്ചത് കാരണമുള്ള ഈ സ്നേഹം എന്ന് പറയുന്നത് അതും തന്നെ മഹത്തായ ഇബാദത്താണ്. വളരെ ബഹുമാന ആദരവുള്ളതാണ്. ചുരുക്കത്തിൽ ദീനിയായ മഹബത്തിൽ ഏറ്റവും അങ്ങേ തലക്കലുള്ള പൂർണ്ണമായ മഹബത്ത് അത് അള്ളാഹുവിനോട്. രണ്ടാമത്തത് അൽ മഹബത്തു ഫില്ലാഹി വലി അജലില്ല. അള്ളാഹുവിലുള്ള അവൻ സ്നേഹിക്കുന്നതാണ്, അതുകൊണ്ട് അവരെ നമ്മൾ സ്നേഹിക്കുന്നു. അവൻ പ്രവാചകന്മാരെയും മലക്കുകളെയും മുഅ്മിനീങ്ങളെയും നന്മ ചെയ്യുന്നവരെയും സ്നേഹിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതേപോലെ നല്ല പ്രവർത്തനങ്ങളെ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അതുകൊണ്ട് തന്നെ തവ്വാബീങ്ങളെ നമ്മളും സ്നേഹിക്കുന്നു, തൗബയെ നമ്മൾ സ്നേഹിക്കുന്നു. മുത്തഖീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു, തഖ്വയെ അതുകൊണ്ട് തന്നെ മുത്തഖീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. തഖ്വയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, തഖ്വയെ നമ്മളും ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ അവൻ ഇഷ്ടപ്പെടുന്നതാണ് എന്നുള്ള നിലക്ക് അവൻ കൽപ്പിച്ചതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതിനെ ഇഷ്ടപ്പെടുകയാണ്. ഫഅൻത തുഹിബ്ബുഹും ലിഅന്ന അല്ലാഹ യുഹിബ്ബുഹും, അല്ലാഹു അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളും. വഫീ മുഖദ്ദിമത്തി ഹഉലാഇ അൽ മലായികത്തു വൽ അംബിയാഉ വർ റുസുലു വൽ ഔലിയാഉ വസ്സാലിഹൂൻ.
ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ മലക്കുകളുണ്ട്, പ്രവാചകന്മാര്, മുർസലീങ്ങൾ, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മറ്റുള്ള എല്ലാ മുസ്ലിമീങ്ങളും മറ്റുള്ള മുഅ്മിനീങ്ങളും. ഇതിന് അൽ മഹബ്ബത്തു ഫില്ലാ, അൽ മഹബ്ബത്തു ലില്ലാ, ഈ പറയുന്ന ലി അജലില്ലാ, ഈ പറയുന്ന പേരുകളിൽ അറിയപ്പെട്ടത്. ഇങ്ങനത്തെ ഈ സ്നേഹം, അള്ളാഹുവിലുള്ള ഈ സ്നേഹം, വഹിയ ഔസഖു ഉറൽ ഈമാൻ, ഹദീസുകളിൽ വന്നത് അങ്ങനെ. ഈമാനിന്റെ ബന്ധങ്ങൾ, ഈമാനികമായിട്ട് ആളുകൾ തമ്മിൽ കൂട്ടിയിണക്കിയ ആ ബന്ധങ്ങളിൽ ഏറ്റവും ബലവത്തായത്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഈ ലോകത്തും പരലോകത്തും നിലനിൽക്കുന്ന ബന്ധവുമാണ് അള്ളാഹുവിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാ. അല്ലാഹ് സ്നേഹിച്ചു, അതുകൊണ്ട് നമ്മളും സ്നേഹിക്കുക. അള്ളാഹു കൽപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുക. അള്ളാഹു വെറുത്തു, അതുകൊണ്ട് നമ്മൾ വെറുക്കുക. ഈ ബന്ധമാണ് ഈ ലോകത്തും പരലോകത്തും മുറിഞ്ഞു പോകാതെ ഭദ്രമായി നിലനിൽക്കുന്നത്. മറ്റ് ഭൗതികമായ ബന്ധങ്ങളാണ്, ആളുകളത് ബന്ധങ്ങളാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധമല്ല എന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് തന്നെ ഒരു പക്ഷേ മുറിഞ്ഞു പോകും. അതല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ ഏതായാലും അത് അറ്റുപോകും, മുറിഞ്ഞു പോകും. അൽ അഖില്ലാഉ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ആത്മമിത്രങ്ങളായിട്ട് ഈ ലോകത്ത് കഴിച്ചുകൂട്ടിയ ആളുകൾ, കൂട്ടുകാരാണെങ്കിലും മാതാപിതാക്കളും മക്കളുമാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മറ്റുള്ള ഏത് മേഖലയിലും ഈ ലോകത്ത് അള്ളാഹുവിലില്ലാതെ ഭൗതികമായ താല്പര്യങ്ങളുടെ, നേട്ടങ്ങളുടെ മേലുള്ള ബന്ധങ്ങൾ ആത്മമിത്രങ്ങളാണെങ്കിൽ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വ്, അവര് പരസ്പരം ശത്രുക്കളായിരിക്കും ഖിയാമത്ത് നാളിൽ. പരസ്പരം ശത്രുക്കൾ, മക്കൾ മാതാപിതാക്കൾക്കെതിരെ, മാതാപിതാക്കൾ മക്കൾക്കെതിരെ. ഈ ലോകത്ത് അള്ളാഹുവിന്റെ മാർഗങ്ങളിലേക്ക് അതിൽ വഴി നടത്താതെ, അതിന് സഹായിക്കാതെ ഈ ലോകത്ത് ജീവിച്ചതിന് പരസ്പരം വലിയ ശത്രുക്കളായി ഖിയാമത്ത് നാളിൽ അവർ മാറി. ഈ പറയുന്ന ആത്മമിത്രങ്ങളും ബന്ധങ്ങളും മുഴുവൻ. നേരെ മറിച്ച് അള്ളാഹുവിലുള്ള ഈ മഹബ്ബത്ത് ഈ ലോകത്ത് നിലനിൽക്കും, അത് പരലോകത്തും നിലനിൽക്കും. അർശിന്റെ പ്രത്യേകമായ നേല് നൽകപ്പെടുന്ന 7 ആളുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി. അള്ളാഹുവിലായിട്ടുള്ള പരസ്പര ബന്ധം, സ്നേഹം നിലനിർത്തിയ 2 ആളുകൾ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അവർ ആ ബന്ധം നിലനിർത്തി. അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ ആ ബന്ധം അവർ ഒഴിവാക്കുകയും ചെയ്തു. ഇങ്ങനെ പോയ 2 ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ പ്രത്യേകമായ നിഴല് നൽകിക്കൊണ്ട് ആദരിക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഫസ്വാറത്ത് ആമ്മത്തു മുആഖാത്തിൻ നാസി അലാ അംരി ദുനിയ. ഇന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസാണ് പറയുന്നത്. അന്ന് അദ്ദേഹം പറയാണ്, ഇന്ന് ജനങ്ങളുടെ ബഹുഭൂരിഭാഗം ആളുകളുടെയും സ്നേഹബന്ധങ്ങളും സാഹോദര്യങ്ങളൊക്കെ ദുന്യാവിന്റെ കാര്യങ്ങളുടെ മേലായിട്ടുണ്ട്. അള്ളാഹുവിലുള്ള ഈ സ്നേഹബന്ധം എന്ന് പറയുന്നതിൽ കോട്ടം തട്ടിയിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട്. വദാലിക ലാ യുജ്ദി അലാ അഹ്ലിഹി ഷൈഅ. ദുന്യാവിന്റെ പേരുള്ള ഈ സ്നേഹബന്ധങ്ങൾ അവർക്ക് പ്രത്യേകിച്ചൊരു ഫലവും ഒരു നേട്ടം അതവർക്ക് കൊണ്ടുവന്ന് അവർക്കത് നേടിക്കൊടുക്കുകയും ചെയ്യുകയില്ല എന്ന് ഈ പറയുന്ന ആദ്യം പറഞ്ഞതാണ്. ചുരുക്കത്തില് നുഹിബ്ബൂന, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അഹ്ലൽ അദ്ലി, നീതിമാന്മാരായ ആളുകളെ നമ്മൾ സ്നേഹിക്കുന്നു. നീതി എന്ന് പറയുന്ന കാര്യത്തിന്റെ മേലില് പരിശുദ്ധ ഖുർആനിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്തിൽ കൂടെ ധാരാളം സ്ഥലങ്ങളിൽ നീതിയുടെ മേലിൽ കൽപ്പിക്കുന്നത് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട് നീതിമാന്മാരായി ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഹദീസുകളിൽ ധാരാളമുണ്ട്. മൊത്തത്തിൽ പറഞ്ഞതുണ്ട്, പ്രത്യേകമായ ചില സാഹചര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, ഇബാറത്തുൻ അനിൽ ഇസ്തിഖാമത്തി അലാ ത്വരീഖിൽ ഹഖ് ബിൽ ഇജ്തിനാബി അമ്മാ ഹുവ മഹ്ളൂറുൻ ദീനിയൻ. ദീനിൽ നിഷിദ്ധമായ കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി യഥാർത്ഥ ശരിയായ മാർഗത്തിൽ അടിയുറച്ചു പോകുന്നതിനാണ് നീതി എന്ന് പറയാം. ദീനിൽ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന, റസൂലിൽ കൂടെ പഠിപ്പിച്ചു തന്ന ആ മാർഗത്തിൽ നേരായി ചൊവ്വായി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ നീതിമാനാണ്. മറ്റ് നിലക്ക് പണ്ഡിതന്മാരതിനെ വിശദീകരിച്ച് ഇസ്തിഅമാലുൽ ഉമൂരി ഫീ മവാദിഇഹാ വഔഖാതിഹാ വവുജൂഹിഹാ വമഖാദീരിഹാ മിൻ ഗൈരി സറഫിൻ
വലാ തഖ്സീരിൻ വലാ തഖ്ദീമിൻ വലാ തഅഖീർ. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അതിന്റെ സ്ഥാനത്ത് ചെയ്യുക, അതിന്റെ സമയത്ത് അത് നിർവഹിക്കേണ്ട ഭാഗം ഏതാണോ അത് നോക്കി ചെയ്യുക, അതിന്റെ അളവും കണക്കും നോക്കി. മിൻ ഗൈരി ഇസ്റാ മിൻ ഗൈരി സറഫിൻ വലാ തഖ്സീർ. ദൂർത്തുണ്ടാവാൻ പാടില്ല, അമിതമാകാൻ പാടില്ല. എന്നാൽ ഉള്ള കണക്കിൽ കുറക്കാനും പാടില്ല, മുന്തിക്കാനും പാടില്ല, പിന്തിക്കാനും പാടില്ല. ഓരോരുത്തർക്കും കൊടുക്കേണ്ടുന്ന ഹക്കുകൾ, ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. നിസ്കാരത്തിലുള്ള നീതി എന്ന് പറഞ്ഞാൽ, അദ്ല് എന്ന് പറഞ്ഞാൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സമയത്ത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ഒരാൾ നിസ്കരിച്ചാൽ ആ ഉത്തരവാദിത്വത്തിൽ ആ വ്യക്തി നീതിമാനായി, നീതി കാണിച്ചു. നോമ്പിന്റെ കാര്യത്തിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പഠിപ്പിച്ചു തന്ന റമളാനിന്റെ നോമ്പാണെങ്കിൽ ആ പ്രത്യേകമായ മാസത്തില് കൃത്യമായ സമയത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ കൃത്യമായി അത് പാലിച്ചാൽ ആ നോമ്പിന്റെ കാര്യത്തിൽ നീതിമാനാണ് അവന് എന്ന് പറയും. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന ഹക്കുകളും അവകാശങ്ങളാണ് എന്നുണ്ടെങ്കിൽ, തന്റെ കുടുംബത്തിനാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി, സാധാരണ അവനെ പോലത്തെ ആളുകൾ കൊടുക്കേണ്ടുന്ന ഹക്കുകള് ആ സമയത്ത് കൃത്യമായി, ഒരുപാട് ദൂർത്തില്ലാതെ, ഒരുപാട് പിശുക്കും ലുബ്ധതയും കാണിക്കാതെ കൃത്യമായിട്ട് കൊടുക്കേണ്ടുന്ന ഹക്ക് കൊടുത്താൽ അവൻ നീതിമാനാണ് അവന്റെ കുടുംബത്തിന്റെ ചെലവിന്റെ കാര്യത്തിൽ, അവരെ പോറ്റി വളർത്തുന്ന കാര്യത്തിൽ. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും നീതിയുടെ കാര്യങ്ങൾ അതിന്റെ സമയത്തിൽ വൈകാൻ പാടില്ല, അതിന്റെ അളവിൽ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. ഒരുപാട് കൂടുതൽ കൊടുത്താൽ അവൻ ധൂർത്ത് കാണിച്ചു എന്ന് പറയും, നീതിയിൽ നിന്ന് പുറത്തുപോയി. കൊടുക്കേണ്ടുന്ന ഹക്കുകൾ പൂർണ്ണമായി കൊടുത്തില്ലെങ്കിൽ ലുബ്ധത കാണിച്ചു, അവൻ കുറവ് വരുത്തി, നീതിയിൽ നിന്ന് പുറത്തുപോയി. ഇതാണ് അദ്ല്, നീതി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിൽ കൂടെ നീതിമാന്മാരായി നിങ്ങൾ വർത്തിക്കണം എന്ന് നമ്മോട് കൽപ്പിച്ച, ഉപദേശിച്ച കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പല ആയത്തുകളും ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അസ്സിയാസത്തു ശർഇയ്യ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അസ്സിയാസത്തു ശർഇയ്യ, ശർഇയ്യായ രാഷ്ട്രീയം, ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ അധിഷ്ഠിതമായ ആ അധ്യാപനങ്ങളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞ സിയാസ. എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി തന്റെ പ്രജകളെ, തന്റെ നാടിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അതിന്റെ തുടക്കത്തിൽ തെളിവായിക്കൊണ്ട് ഈ പറയുന്ന ആയത്താണ് പറഞ്ഞത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അതിന്റെ ആളുകളിലേക്ക്, അർഹരായ ആളുകളിലേക്ക് അത് നിങ്ങൾ നൽകണം. വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. ആളുകളുടെ ഇടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുമ്പോൾ നീതിയുക്തമായിട്ട് നിങ്ങൾ അത് നടപ്പാക്കണം, ചെയ്യണം എന്നുള്ളത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ ലോകത്ത് അതിശക്തമായ അധികാരം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അദ്ദേഹത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അദ്ദേഹത്തിനോട് നീതിയോടുകൂടെ വർത്തിക്കാൻ വേണ്ടി, ഇന്നാ ജഅൽനാക യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള്. അല്ലാഹുവിന്റെ നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അതിന്റെ ആധിപത്യം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ദാവൂദ്. അതുകൊണ്ട് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്. അല്ലാഹ് ജനങ്ങളുടെ ഇടയിൽ നീതിയുക്തം, സത്യത്തിന്റെ ഹക്ക് കൊണ്ട് വിധിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞു, നീതി എന്ന് പറഞ്ഞാൽ ഹക്കായ നിലയ്ക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ട്. വലാ തത്തബിഇൽ ഹവാ. നിങ്ങളുടെ ദേഹ ഇച്ഛയോട് നിങ്ങൾ പിന്തുടരുതേ. ന്യായമായ നിലക്ക് നീതിയുക്തമായിട്ട് ഭരണം നടത്താതെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ പോകരുത്. ഫയുളില്ലക അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴികേടിലാക്കും. അങ്ങനെ ചെയ്താൽ പിശാചിന്റെ മാർഗത്തിലേക്ക് പോകും. അതേപോലെ തന്നെ ശത്രുക്കളോട്, നമുക്ക് വെറുപ്പും വിദ്വേഷവുമുള്ള ശത്രുക്കളോട് നമ്മൾ ഇടപെടുന്ന സമയത്ത് അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ നിയമങ്ങൾ കൊടുത്തു. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു വിഭാഗം ജനങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നീതി കാണിക്കാതിരിക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കരുതേ. നിങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ടാകും, പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അനീതി കാണിക്കാൻ ഒരിക്കലും നിൽക്കരുതേ. യഅദിലു, നിങ്ങൾ നീതി കാണിക്കണം. ശത്രുക്കളോട് പോലുള്ള നിലപാട് നീതി കാണിക്കണം എന്നുള്ളത്. മറ്റ് മതക്കാരോട് നമ്മൾ നീതി കാണിക്കണം എന്നുള്ളത്. ഹക്കുകൾ, അവകാശങ്ങൾ കൃത്യമായി അത് കൊടുക്കണം, പാലിക്കണം എന്നുള്ളത്.
യഅ്ദിലുഹു വഅഖ്റബു ലിത്തഖ്വ, നീതിയാണ് തഖ്വയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അനീതിയല്ല. മുത്തഖീങ്ങളാവണമെന്നുണ്ടെങ്കിൽ നീതി കാണിക്കണം, മുത്തഖീങ്ങളാവണമെങ്കിൽ നീതി കാണിക്കണം. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീതിയുടെ പ്രാധാന്യം നൽകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ പറഞ്ഞൊരു ഹദീസിൽ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ചെന്നു. അപ്പൊ അബൂദർദാഇന്റെ അടുത്ത് ചെന്ന സമയത്ത് ഫവജദഹു ഖദ് അൻഹക നഫ്സഹു ബിസബബിൽ ഇബാദ. അബൂദർദാ റളിയല്ലാഹു അൻഹു സഹാബിയുടെ കൂട്ടത്തിൽ നല്ല പണ്ഡിതനായിരുന്നു, ധാരാളം ഇബാദത്ത് നിർവഹിക്കുന്ന ആളുമായിരുന്നു. ഇബാദത്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ ശരീരം കെട്ട് തളർന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ഈ രംഗത്തിലാണ് സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കണ്ടത്. അപ്പൊ ഫഖാല ലഹു, അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഇന്നലി റബ്ബിക അലൈക ഹഖൻ, നിശ്ചയം നിന്റെ റബ്ബിന് നിന്റെ മേൽ ചില കടമകളും ബാധ്യതകളും ഉണ്ട്, നീ നിർവഹിക്കണം. അതേപോലെ തന്നെ വലി നഫ്സിക അലൈക ഹഖൻ, നിന്റെ സ്വന്തം ശരീരത്തിന് ചില ഹക്കുകളും കടമകളും അവകാശങ്ങളും ഉണ്ട് നിന്റെ മേല്. വലി അഹ്ലിക അലൈക ഹഖൻ, നിന്റെ ഭാര്യക്ക് കുടുംബത്തിന് നിന്റെ മേൽ ചില കടമകളുണ്ട്. അതുകൊണ്ട് ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു, ഓരോരുത്തർക്കും അർഹതപ്പെട്ട അവകാശം നീ കൊടുക്കണം, നീതിമാനായി ജീവിക്കണം എന്ന് പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫഅതാ അബൂദർദാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക, എന്റെ അടുത്ത് സൽമാൻ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖ സൽമാൻ, സൽമാൻ സത്യമാണ് പറഞ്ഞത്. നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകേണ്ടുന്ന ഹക്കുകൾ അത് കൃത്യമായി നീതിയോടുകൂടെ തന്നെ ഒരാൾ ചെയ്യണം. അതേപോലെ സ്വന്തം ശരീരത്തിനുള്ള ഹക്കുകൾ, അതിന്റെ വിശ്രമം, അതിന്റെ ഭക്ഷണപാനീയങ്ങൾ, അതിന്റെ ദീനിലും ദുന്യാവിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ അത് നൽകുന്ന കാര്യത്തിൽ ചില ആളുകൾ ദുന്യാവിന്റെ കാര്യത്തിൽ ശരീരത്തിന് ഹക്ക് അമിതമായി കൊടുക്കും. അപ്പൊ ഇതിന്റെ പുറത്തേക്ക് പോകും. ദീനിന്റെ കാര്യം വരികയാണെങ്കിൽ ആളുകൾ സ്വന്തം ശരീരത്തിന് ശർഈയായ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കൂല, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കൂല. അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ആ ശരീരത്തിനെ കൊണ്ട് പോകൂല, അവിടെ ദുൽമ ചെയ്യും. ദുന്യാവിന്റെ കാര്യത്തില് ഇസ്രാഫ്, അമിതമായിട്ട് ഭക്ഷണപാനീയങ്ങളും വിശ്രമങ്ങളും ഭൗതികമായ സുഖ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് അവിടെ പരിധി വിട്ടുകടന്നു പോകും. ദീനിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അത്യാവശ്യം അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഈ പറയുന്ന ശരീരത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ആ ശരീരത്തിനെ കൊണ്ടുപോയിക്കൊണ്ട് അവിടെ കുറവും വരുത്തും. ചില ആളുകൾ ഈ പറയുന്നവർക്ക് നീതിമാന്മാരായി പോകാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, മൻ കാനത് ലഹും റഅതാനി, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായി, അതല്ലെങ്കിൽ രണ്ടിൽ കൂടുതലാണെങ്കിലും ഫമാല ഇലാ ഇഹ്ദാഹുമ, ഒരു സ്ത്രീയോട് ഒരു ഭാര്യയോട് പ്രത്യേകമായ ഇഷ്ടവും സ്നേഹവും അവൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കലും, മറ്റേ ഭാര്യയെ അവൻ അവോയ്ഡ് ചെയ്തു, അവളെ പരിഗണിക്കാതെ അവൾക്കുള്ള ഹക്കുകൾ കൃത്യമായി കൊടുക്കാതെ ഒരാൾ പോയാൽ ജാഅ യൗമൽ ഖിയാമത്തി വശിഖ്ഖുഹു മാഇൽ, ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് ഒരു ഭാഗം കുഴഞ്ഞുകൊണ്ട് ചാഞ്ഞു ചെരിഞ്ഞുകൊണ്ടായിരിക്കും. ആളുകൾക്കറിയാൻ വേണ്ടി ഇവൻ ഇങ്ങനെ അനീതി കാണിച്ച ആളാണ് എന്നുള്ളത്. ഈ പറയുന്നു മക്കൾക്കൊരാള് അവകാശങ്ങളും അർഹതപ്പെട്ടതും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഇടയിൽ ഇതുപോലെ നീതി പാലിക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ, നീതി പാലിക്കാൻ. ശേഷം നമ്മൾ പറയുന്നുണ്ട് ആളുകള് മുസാവാത്ത്, തുല്യത പാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിൽ നീതിനെ ആളുകൾ തെറ്റിദ്ധരിക്കലുണ്ട്. അത് ശരിയല്ല. താൻ നീതി വേറെയാണ്, തുല്യത വേറെയാണ്. എല്ലാവരും ഒരുപോലെയാകുക എന്ന് പറഞ്ഞ മുസാവാത്ത് എന്ന് പറയുന്ന തുല്യ അവകാശം എന്ന് പറയുന്ന അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിക്ക് എത്ര കൊടുത്തു അത് തന്നെ മറ്റോന്, ഇതല്ല നീതി. ഒരാൾക്ക് 4-5 മക്കളുണ്ട്, അതിൽ മുതിർന്നവരുണ്ട്, അതിൽ ചെറിയവരുണ്ട്. അവര് വലിയ സൊഫുകളിൽ വലിയ വിഷയങ്ങൾ പഠിക്കുന്നവരുണ്ട്, ചെറിയത് പഠിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക എന്നുള്ളത് നീതിയല്ല, അത് ഇസ്ലാമിന്റെ അധ്യാപനവുമല്ല. അതൊരു മനുഷ്യന്റെ ശരിയായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ വളരെ ലളിതമായി അറിയുന്ന കാര്യമാണ്. ചെറിയ കുട്ടിക്ക് വേണ്ട അത്ര വലിപ്പമുള്ളൊരു വസ്ത്രം വലിയ കുട്ടിക്ക് ആവശ്യമുള്ളൊരു വസ്ത്രം പോലത്തെ വസ്ത്രം ചെറിയ കുട്ടിക്ക് ആവശ്യം ഉണ്ടാകൂല.
വലിയ കുട്ടിക്ക് ആവശ്യമുള്ളതുപോലത്തെ ഭക്ഷണം ചെറിയ കുട്ടിക്ക് ആവശ്യം ഉണ്ടാകൂല. വലിയ കുട്ടിക്ക് ആവശ്യമുള്ളതുപോലത്തെ ഭൗതികമായ മറ്റു വിഭവങ്ങളും സാധനങ്ങളും ചെറിയ കുട്ടിക്ക് ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ നീതിയാണ് പാലിക്കേണ്ടത്, തുല്യതയല്ല. ഒരാൾക്ക് 100 ആവശ്യമുണ്ടെങ്കിൽ മറ്റവന് 50 ആവശ്യം ഉണ്ടാകുള്ളൂ, അതിന്റെ അപ്പുറത്തുള്ളവന് 20 ആവശ്യം ഉണ്ടാകുള്ളൂ. ആ പറയുന്ന ആവശ്യമുള്ളത് കൊടുക്കുക, ഇതാണ് നീതി എന്നുള്ളത്. അതല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കൽ. ഒരാൾക്ക് 2ൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതലുള്ള പെണ്ണിനും കുട്ടികൾ കുറവുള്ള അതല്ലെങ്കിൽ ഇല്ലാത്ത ഭാര്യക്കും ഒരുപോലെ കൊടുക്കണം എന്നതല്ല നീതി. കുട്ടികൾ കൂടുതലുള്ള ആവശ്യക്കാരിയായ സ്ത്രീക്ക് ഭാര്യയ്ക്ക് കുറച്ച് കൂടുതൽ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും, അതില്ലാത്തവൾക്കാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചു. ഇതാണ് നീതി എന്ന് പറയുന്നത്, തുല്യതയല്ല. ആളുകൾ ഈ തുല്യതക്കും വേണ്ടി മത്സരം കൂട്ടുന്ന പല ആളുകളെയും, പ്രത്യേകിച്ച് ഇസ്ലാമിനടിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെ നീതിയുക്തമായ ഈ കാര്യങ്ങൾ അധ്യാപനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വാദിക്കുന്ന പല ആളുകളും ശത്രുക്കളെ നമുക്ക് കാണാൻ കഴിയും. ഏറി വന്നാൽ പുരുഷന്മാരെ വസ്ത്രം പോലത്തെ വസ്ത്രം ഈ പറയുന്ന സ്ത്രീകൾക്കും അവര് കൊടുത്തുകൊണ്ട് കുറച്ചു കാലം കൊണ്ടുപോകും. പിന്നെ പുരുഷന്മാരെ വസ്ത്രം നെരിയാണെടുത്ത് ആ ഇസ്ബാലിലേക്ക് പോയി സ്ത്രീകളത് അവരുടെ കാലിൽ നിന്നും കണങ്കാലിൽ നിന്നും മുട്ടിൽ നിന്നും കയറിക്കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഇവരൊക്കെ പല ജോലി സ്ഥലങ്ങളിലും കൊണ്ട് നടക്കുന്നത് കാണാം. മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അറിയും, തുല്യത എന്ന് പറയുന്ന നടപ്പാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അങ്ങനെ നടപ്പാക്കാൻ ഈ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് പോലും കഴിയുകയില്ല, കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയാൻ പോവുകയും ചെയ്യുന്നില്ല. ഇതാണ് നീതിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി കാണിക്കണം. വേറൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. നീതിമാന്മാരായ ആളുകൾക്കുള്ള പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ അർശിന്റെ നേരിട്ട് നൽകപ്പെടുന്ന 7 ആളുകളുടെ കൂട്ടത്തിൽ ഇമാമുൻ ആദിലുൻ, ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നീതിമാനായ ഭരണാധികാരി. ഭരണാധികാരികൾ അധികാരം ഭരണം കിട്ടുമ്പോ നല്ലൊരു വിഭാഗം ആളുകളും ഈ പറയുന്ന നീതിയുടെ വിരുദ്ധമായ ജൗർ, അക്രമത്തിലേക്കാണ് പോകുക. അധികാരം അവരുടെ കയ്യിലാണ്, സ്വാധീനം അവർക്കാണ്, സമ്പത്ത് അവരുടെ കയ്യിലാണ്. അവർ പറയുന്നത് എതിർക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയിൽ അനീതിയിലേക്ക്, അക്രമത്തിലേക്കാണ് പോകുക. അങ്ങനത്തെ അധികാരം സമ്പത്തും മുഴുവനും ഉള്ള ഒരു മനുഷ്യൻ നീതിയുക്തമായിട്ട് ഭരണം നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനെ പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ട് അർശിന്റെ നേരിട്ട് കൊടുത്തുകൊണ്ട് ആദരിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഖ്സിതീന അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാനി അസ്സ വജൽ. നീതിമാന്മാരായ ആളുകൾ ഖിയാമത്ത് നാളില് റഹ്മാനായ അള്ളാഹുവിന്റെ വലഭാഗത്ത് പ്രകാശത്തിനാലുള്ള മിമ്പറുകളിലായിരിക്കും. മറ്റുള്ള ആളുകൾ വിയർപ്പിൽ കടന്ന് കഷ്ടപ്പെട്ട് ദുരിതം സഹിക്കുമ്പോ, അതേപോലെ തന്നെ ചൂട് സഹിക്കുമ്പോ, ദുരിതം സഹിക്കുമ്പോ ഈ പറയുന്ന നീതിമാന്മാരായ ആളുകൾ, അത് ഭരണാധികാരികൾക്ക് അതിന്റെയും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പറയുന്ന അർശിന്റെ നിഴലിൽ ഈ പ്രതിഫലം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞു. നീതി നടപ്പാകുമ്പോഴേ ഒരു സമൂഹത്തിൽ സമാധാനം നടപ്പാവുകയുള്ളൂ. ആളുകൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ അത് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോഴേ സ്വസ്ഥത ലഭിക്കുള്ളൂ. ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്ക് സ്വസ്ഥത ലഭിക്കുള്ളൂ, ഭരണീയരായ നാട്ടുകാരായ ആളുകൾക്കും ലഭിക്കുള്ളൂ. എത്ര നാടുകളിലാണ് ഭരണം നടത്തുന്ന ആളുകൾ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടി സഹിക്കാൻ കഴിയാതെ ഈ ഭരണാധികാരികളായ ആളുകളെ പുറത്താക്കി, ഉടുത്തുണിക്ക് മറുതുണിയുള്ളാതെ ഒന്നും തന്നെ നേടാനും കൊണ്ടുപോകാനും കഴിയാതെ അഭയാർത്ഥികളെ പോലെ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ സഹായത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന, 10 പൈസക്ക് ഗതിയില്ലാതെ, ഭൂമിയിൽ വിശാലതയും അധികാരവും സമ്പത്തും ഹുങ്കുമുണ്ടായിട്ട് ആ പറയുന്നതൊന്നും തന്നെ ഫലം ചെയ്യാതെ മറ്റുള്ളവരുടെ അഭയാർത്ഥികളായി അവര് കൊടുക്കുന്ന ഏതെങ്കിലും വീടുകളിൽ ചെന്ന് കഴിച്ചുകൂട്ടേണ്ട ഗതികേടുകൾ എത്ര നാടുകളിൽ, അത് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലുമുണ്ട്, മറ്റുള്ള മതക്കാരിലുമുണ്ട്. ഈ അനീതി കാണിച്ച് അവര് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയുന്നതിന്റെ മുമ്പ് തന്നെ അവർ കാണിച്ച അനീതിയുടെ ഫലം അവർ നേടിക്കൊണ്ട് നിന്നരും നീചരുമായി കഴിച്ചുകൂട്ടേണ്ട ഗതികേടുകൾ. നീതിമാന്മാരായ ആളുകൾ, ഭരണാധികാരികൾ കുഫാറുകളാണെങ്കിൽ പോലും
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, നീതി ചെയ്യുന്ന ആളുകൾ കുഫാറുകളാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അധികാരം നിലനിർത്തി കൊടുക്കും. നേരെ മറിച്ച് അനീതി കാണിച്ചാൽ അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും അള്ളാഹു അവരുടെ കയ്യിൽ നിന്ന് ഈ ആധിപത്യവും അധികാരവും അത് തിരിച്ചുവാങ്ങും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചുവാങ്ങും. വഹബ് ഇബ്നു മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, വഹബ് ഇബ്നു മുനബ്ബഹ്, ഇദാ ഹമ്മൽ വാലി ബിൽ അദ്ൽ, ഒരു ഭരണാധികാരി നീതി ചെയ്യാൻ അവൻ മനസ്സിൽ കരുതിയാൽ തന്നെ അദ്ഖലല്ലാഹുൽ ബറകാതി ഫി അഹ്ലി മംലകതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ രാജ്യത്ത്, അവന്റെ ആ പ്രദേശത്ത് ബറക്കത്തുകൾ കൊണ്ടുവന്ന് നിറക്കും. അല്ലാഹു ആ ബറക്കത്തുകളെ പ്രവേശിപ്പിക്കും. ഹത്താ ഫിൽ അസ്വാഖി വൽ അർസാഖ്, അവരുടെ അങ്ങാടികളിലും അവരുടെ വിഭവങ്ങളിലും ബറക്കത്തുകൾ അല്ലാഹു കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കും. ഇനി വഇദാ ഹമ്മ ബിൽ ജൗർ, ഒരു ഭരണാധികാരി അക്രമം കാണിക്കാൻ ഉദ്ദേശിച്ചു, എല്ലാ നാട്ടുകാരെയും ആക്രമിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ ളുൽമ ചെയ്യണം, കിട്ടിയ അധികാരം വെച്ച് കഷ്ടപ്പെടുത്തണം, ളുൽമ ചെയ്യണം, പീഡിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അദ്ഖലല്ലാഹു അൻ-നഖ്സ ഫീ മംലകതിഹി ഹത്താ ഫിൽ അസ്വാഖി വൽ അർസാഖ്, അവന്റെ ആ പ്രദേശത്ത്, അവന്റെ ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങളിലുള്ള കുറവിനെ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കും, അവരുടെ മാർക്കറ്റുകളിലും അവരുടെ വിഭവങ്ങളിലും. ഫഖിയാമുൽ അദ്ലി ഫിൽ അർളി കൽ മതറിൽ വാബിൽ, ഒരു ഭൂമിയിൽ ഒരു പ്രദേശത്ത് നീതി നിലനിൽക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹമുള്ള ഒരു മഴ ആ നാട്ടിൽ വർഷിക്കുന്നത് പോലെയാണ്. അള്ളാഹുവിൽ നിന്നുള്ള മഴ വർഷിക്കുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വഉമിർതു അൻ അഅദില ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നീതി കാണിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നോട് കൽപ്പനയുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹുവിന്റെ കൽപ്പന നീതി കൊണ്ടാണ്, നന്മ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്. ഈ നീതിയുടെ എതിരായ ജൗർ, ളുൽമ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ നാശമായി വരുന്നതുമാണ്. അൽ-ളുൽമു ളുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പല ജാതി ഇരുട്ടുകളായിരിക്കും അതിന് ഫലമായി കൊണ്ട് ഈ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത്. വഖദ് ഹറമഹുല്ലാഹു അലാ നഫ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ അടിമകളെ ളുൽമ ചെയ്യുകയില്ല, ആക്രമിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത്. ഇന്നല്ലാഹ ഹറമ അലാ നഫ്സിഹി ളുൽം, അല്ലാഹു അത് നിഷിദ്ധമാക്കിയതാണ്. ഫലാ തളാലമു, അല്ലാഹു സൃഷ്ടികളായ നമ്മോട് കൽപ്പിച്ചത് ഒരിക്കലും നിങ്ങൾ പരസ്പരം ളുൽമ ചെയ്യരുതേ, അക്രമം കാണിക്കരുതേ എന്ന്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല തന്നെ. അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ളുൽമ ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തിൽ നിന്ന് അതിന്റെ പ്രതിഫലം ഒരു പക്ഷേ അവർക്ക് ലഭിക്കും. ഇനി അത് ലഭിക്കാതെ അവർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മർദ്ദിതരായ ആളുകൾക്ക് ഇവരിൽ നിന്ന് പകരം വാങ്ങിക്കൊടുത്തേ നിൽക്കുകയുള്ളൂ. വദഅവത്തുൽ മദ്ലൂമി യർഫഉഹ അല്ലാഹു ഫൗഖൽ ഗമാം, മർദ്ദിതനായ മദ്ലൂമുകളായ ആളുകളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളുടെ മുകളിലേക്ക് അതിനെ ഉയർത്തും. വയഫ്തഹു ലഹാ അബ്വാബസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അതിനു വേണ്ടി തുറക്കും. വയഖൂലു റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്നിട്ട് വഇസ്സതി വജലാലി, എന്റെ പ്രതാപവും എന്റെ മഹത്വവും തന്നെയാണ് സത്യം, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, മർദ്ദിതനായ വ്യക്തി കാഫിറാണെങ്കിൽ പോലും, ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, കുഫാറുകളിൽപ്പെട്ടവരാണ്, പക്ഷെ അവനെ ഒരാൾ മർദ്ദിച്ചാൽ പോലും അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്, കുറച്ചു കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. മർദ്ദിതരായ ആളുകൾക്ക് അവരുടെ ദുആക്ക് പ്രത്യേകമായ പരിഗണന അള്ളാഹുവിൽ നിന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ ചെയ്യുന്നത് അല്ലാഹ് കണ്ടില്ല, അല്ലാഹ് അശ്രദ്ധനാണ് എന്നൊരിക്കലും നീ വിചാരിക്കരുത്. ഒരു പക്ഷേ അള്ളാഹു വളരെ പെട്ടെന്ന് അതിനെ പിടിച്ചു ശിക്ഷിക്കും. അതല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞതിന്റെ ശേഷമോ ഖിയാമത്ത് നാളിൽ ഏതാണെങ്കിലും അവർക്കതിന്റെ പ്രതിഫലം, അതിന്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങാതെ കഴിയുകയില്ല. ഇതാണ് ളുൽമിന്റെ സ്ഥിതി. നീതിക്കെതിരായി വിരുദ്ധമായി ചെയ്താൽ അതിന്റെ അപകടം, അതിന്റെ ഗൗരവം ഇതാണ്.
ഈ മുസാവാത്തിന്റെ കാര്യം, തുല്യതയുടെ കാര്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അഖ്തഅ അലൽ ഇസ്ലാമി മൻ ഖാല ഇന്ന ദീനൽ ഇസ്ലാമി ദീനുൽ മുസാവാത്ത്. ചില ആളുകൾ, പ്രസംഗകരും എഴുത്തുകാരും പറയലുണ്ട്, ദീനുൽ ഇസ്ലാം അത് തുല്യതയുടെ മതമാണ്, എല്ലാവർക്കും ഒരുപോലെ തുല്യത, ഇതാണ് അതിന്റെ മതമാണ്. ആ പറഞ്ഞ ആളുകൾ പറഞ്ഞത് ശരിക്കും തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ബൽ ദീനുൽ ഇസ്ലാമി ദീനുൽ അദിൽ, നീതിയുടെ മതമാണ് ദീനുൽ ഇസ്ലാം. അർഹതപ്പെട്ട ഓരോരുത്തർക്കും അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നൽകുക എന്നുള്ളത്. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ അവകാശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ നൽകും. പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടുള്ളതാണെങ്കിൽ അത് അവർക്ക് പ്രത്യേകമായി, സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണെന്നില്ല അവർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമായി. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിയമം. ഇതേ ആളുകൾക്ക് നടപ്പാക്കാനും കഴിയുള്ളൂ. അതല്ലാതെ എല്ലാവർക്കും ഒരുപോലെ, എല്ലാ വിഭവങ്ങളും എല്ലാ വിഷയത്തിലും ഒരുപോലെ തുല്യത എന്ന് അവകാശപ്പെട്ട് അതിനുവേണ്ടി പ്രസംഗിച്ച് പ്രവർത്തിച്ച് മറ്റുള്ള ആളുകൾ അതിന് നിർബന്ധിക്കുന്ന ഈ ആളുകൾക്ക് അത് നടപ്പാക്കാൻ കഴിയൂല. അത് സംഭവിക്കാത്ത കാര്യമാണ് ഓരോ വിഷയത്തിലും. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയും, നീതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ജംഉ ബൈനൽ മുതസാവിയൈനി വത്തഫ്രീഖു അൽ തജ്മീഉ ബൈനൽ മുതസാവിയൈനി വത്തഫ്രീഖു ബൈനൽ മുതഫർരിഖൈൻ. ഇതാണ് നീതി. തുല്യത, അർഹതയുള്ള സ്ഥലങ്ങളിൽ അത് രണ്ടും ഒരുപോലെ ചെയ്യുക, തുല്യതയോടുകൂടെ നൽകുക. രണ്ടും വിട്ടുപിരിച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്, മേഖലയാണെങ്കിൽ അങ്ങനെ തന്നെ വിട്ടുപിരിച്ച് നൽകുക. ഇതാണ് നീതി. എന്നിട്ട് അതിന്റെ ഉദാഹരണങ്ങൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. രണ്ടും ഒരുപോലെ തുല്യമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ മുസാവാത്തുർ റജുലി ബിൽ മർഅത്തി ഫിൽ ഖസാഇസി അൽ ഇൻസാനിയ, മാനുഷികമായ പരിഗണന, മാനുഷികമായ ഭക്ഷണം, വസ്ത്രം, വീട്, ചികിത്സ, ഈ പറയുന്ന മാനുഷികമായ പരിഗണനയിൽ പുരുഷൻ എന്ത് നൽകുന്നത് പോലെ തുല്യമായിട്ട് സ്ത്രീക്കും ഇതിനൊക്കെ അവകാശമുണ്ട്. പുരുഷൻ ഭക്ഷണം കഴിക്കുക, ജാഹിലിയ കാലഘട്ടത്തിൽ മക്കാ മുശ്രിക്കുകൾ നല്ലതൊക്കെ പുരുഷന്മാര് കഴിക്കുക, ബാക്കിയുള്ളതോ അതല്ലെങ്കിൽ പറ്റാത്തതോ പഴകിയതൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കുക. ഇങ്ങനല്ല വേണ്ടത്. പുരുഷൻ അവകാശപ്പെട്ടതുപോലെ സ്ത്രീക്കും കൊടുക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ മാനുഷികമായ ഈ പ്രത്യേകമായ കാര്യങ്ങളിൽ. അതേപോലെ തക്കാലീഫ് ശർഈയായ അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ, നിയമങ്ങൾ, നോമ്പ്, നിസ്കാരം, ഹജ്ജ് പോലത്തെ കാര്യങ്ങൾ, അതൊക്കെ സ്ത്രീയും പുരുഷനും ഒരുപോലെ അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളതാണ്. പ്രത്യേകമായ ചില സമയത്ത്, ചില പീരിയഡുകളിൽ സ്ത്രീകൾക്ക് ചിലത് നിർബന്ധമില്ല. എന്നാൽ യുദ്ധം പോലത്തെ കാര്യങ്ങൾ അത് പുരുഷന്മാർക്കാണ് നിർബന്ധം, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് പുരുഷന് എത്രത്തോളം അവന് പ്രതിഫലം ലഭിക്കുന്നു അതുപോലത്തെ പ്രതിഫലം സ്ത്രീക്കുണ്ട്. ജമാഅത്തായ ഇശാ നിസ്കാരത്തിൽ പങ്കെടുത്താൽ ആ നിസ്കാരത്തിൽ പങ്കെടുത്ത പുരുഷന് ഏത് പ്രതിഫലമാണോ ഉള്ളത് അതേപോലത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തുല്യമായി സ്ത്രീക്കും അവൾക്കും നൽകുന്നു. അവരുടെ ഈമാൻ അനുസരിച്ച്, അവർ നിർവഹിച്ച ഇബാദത്തിന്റെ ഇഖ്ലാസിനും സിദ്ഖിനും അനുസരിച്ച് അതൊക്കെ ഒരുപോലെയാണെങ്കിൽ അതേപോലത്തെ പ്രതിഫലം നൽകും. നേരെ മറിച്ച് പുരുഷൻ വ്യത്യാസമായ ഒരുപാട് മേഖലകളുണ്ട്, സ്ത്രീക്ക് വ്യത്യാസമായ മേഖലകളുണ്ട്. അതിൽ അവർ രണ്ടുപേരും ഒരുപോലെ തുല്യരാകുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. ഇഖ്തിലാഫുർ റജുലി അനിൽ മർഅതി ഫിൽ ഖസാഇസിൽ ജസദിയ, ശാരീരികമായ പ്രത്യേകത. ഈ തുല്യത വേണം എന്നാണ് ഫാൻറ്റും കുപ്പായി അടിച്ചു കൊടുക്കുന്ന ആളുകൾക്കൊക്കെ സ്ത്രീയും പുരുഷനും ശാരീരികമായ അവരുടെ ഘടനയിൽ, അവരുടെ ശരീരത്തിന്റെ ആ കാര്യത്തിൽ ഒരുപോലെ തുല്യരാക്കാൻ കഴിയും. ആർക്കെങ്കിലും കഴിയോ ഇവർക്ക്? അതേപോലെ തന്നെ വന്നഫ്സിയത്തി വൽ അഖ്ലിയ, അവരുടെ മാനസികമായ ബുദ്ധിപരമായ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറയുന്നവർക്കൊക്കെ അറിയാം പുരുഷന്റേത് വേറെയാണ്, സ്ത്രീയത് വേറെയാണ്. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പെണ്ണിനെ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരു പുരുഷനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശസ്ത്രക്രിയയും മറ്റുള്ളതും ചെയ്തിട്ട് സ്ത്രീകളുടെ ചില പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ടാൽ തന്നെ ആ പെണ്ണിന്റെ ഹോർമോണുകളും ആ വ്യക്തിയുടെ ഹോർമോണുകളും മറ്റുള്ള ശരീരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഈ പറയുന്ന അന്തരം, ഈ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നത്. ഇത് തുല്യത അവകാശപ്പെടുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും സ്ത്രീകൾക്ക് ഈ തുല്യ അവകാശങ്ങൾ അവരോട് കൊടുക്കുന്നുമില്ല.
അവരുടെ രാഷ്ട്രീയമായ സ്ഥാനമാനങ്ങളിലോ അധികാരത്തിന്റെ മേഖലകളിലോ മറ്റുള്ള വിഭവങ്ങളിലോ ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുമില്ല. ദീനുൽ ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടി അതിന്റെ ശത്രുക്കൾ പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും അത് പറയാ എന്നല്ലാതെ അവർക്ക് ഈ തുല്യതാവാദികളായ ആളുകൾക്ക് ഇത് നടപ്പാക്കാൻ ഇതുവരെ അവർക്കോട് സാധിച്ചിട്ടില്ല. പരസ്പരം വിരുദ്ധമായ രണ്ട് കാര്യങ്ങളെ അത് രണ്ടിനും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലത്തെ മുസ്തഹീൽ, ഉലമാക്കൾ ഇതാണ് ഈ വിഷയത്തിൽ പറയുന്ന പണ്ഡിതന്മാർ, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ, അതാണ് ഈ തുല്യത എന്ന് പറയുന്നത്. അത് ഒരിക്കലും ദീനുൽ ഇസ്ലാമിൽ ഇല്ല. അത് നടപ്പാക്കാൻ സൃഷ്ടികളെ കൊണ്ട് കഴിയൂല. അള്ളാഹുവും അവന്റെ റസൂലും നമ്മോട് പഠിപ്പിച്ച നീതിയോടുകൂടെ കാര്യങ്ങൾ വർത്തിക്കണമെന്നുള്ളത്. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് ഓരോ സമയത്തും ഓരോ കാര്യങ്ങളിലും അത് കൃത്യമായി പാലിക്കാൻ ആളുകൾ തയ്യാറാവണം എന്നുള്ളത്. അമാനത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ. അമാനത്ത് ഒരു ഉത്തരവാദിത്തങ്ങളാണെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തിനെ, ഈ പറയുന്ന പർവ്വതങ്ങളെ, അതേപോലെ തന്നെ ആകാശങ്ങളോട് ഭൂമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഈ അസർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സമിഅതു അബാ മഅമരിൻ ഔന ഇബ്നു മഅമരിൻ യുഹദ്ദിസു അനിൽ ഹസനുൽ ബസരി. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഈ ആയത്ത് പാരായണം ചെയ്തു. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അറളഹ അലസ് സബ്ഇ തിബാഖി അത്തറായിഖി അല്ലതി സുയ്യിനത് ബിന്നുജൂമി വഹമലത്തിൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട 7 ആകാശങ്ങളുടെ മേലും അമാനത്തിനെ അല്ലാഹു പ്രദർശിപ്പിച്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അമാനത്ത് എന്ന് പറഞ്ഞ വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മുഴുവനും പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഈ അമാനത്ത് പല വാക്കുകളിൽ കൂടെ പണ്ഡിതന്മാർ പറയുന്നു. ആശയമൊക്കെ ഒന്നാണ്, അല്ലാഹുവിനെ ത്വാഅത്ത് ചെയ്യുക, അല്ലാഹുവിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുതേ. ത്വാഅത്ത് ചെയ്ത് നന്മ ചെയ്ത് മുന്നേറിയാൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം തരും. അല്ലാഹുവിന് എതിരായി തെറ്റായ പാപങ്ങൾ ചെയ്താൽ, വിരുദ്ധമായി ചെയ്താൽ അതികഠിനമായ ശിക്ഷ ലഭിക്കും. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. പർവ്വതങ്ങളോട് ആകാശങ്ങളോട് ചോദിച്ചു. അപ്പോ ഫഖീല ലഹ ഹൽ തഹ്മിലീനൽ അമാന വമാ ഫീഹാ, അമാനത്ത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആ ആകാശങ്ങൾ ചോദിച്ചു, എന്താണ് അതിലുണ്ടാകുക, ബാധ്യത എന്താണ്? അപ്പൊ പറയപ്പെട്ടു, ഇൻ അഹ്സൻതി ജുസീതി വ ഇൻ അസഅതി ഉഖിബതി. നന്മ ചെയ്താൽ പ്രതിഫലം, അല്ലാഹുവിനനുസരിച്ച് ത്വാഅത്ത് ചെയ്താൽ നല്ല പ്രതിഫലം, അല്ലാഹുവിനെ എതിര് ചെയ്താൽ അതികഠിനമായ ശിക്ഷയാണ് എന്ന് പറഞ്ഞു. ആകാശങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയുകയില്ല, അല്ലാഹുവേ താങ്ങൂല എന്ന് പറഞ്ഞു. സുബ്ഹാനഹു വ തആല 7 ഭൂമികളോട് ഈ പറയുന്ന അമാനത്ത് ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിശക്തരായ ഈ പർവ്വതങ്ങളോട്, ഈ പറയുന്ന ഭൂമികളോട്, ഹൽ തഹ്മിലീനൽ അമാനത വമാ ഫീഹ, ആ പറയുന്ന ഭൂമികൾ പറഞ്ഞു സാധ്യമല്ല, കഴിയുകയില്ല എന്ന് പർവ്വതങ്ങളോട് ആവശ്യപ്പെട്ടു. അവർ മുഴുവനും പിന്മാറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടു, എന്താണ് അല്ലാഹുവേ അമാനത്ത്, ആ ഉത്തരവാദിത്തം ബാധ്യത എന്തായിരിക്കും? അള്ളാഹു പറഞ്ഞു, അവനെ ത്വാഅത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതിഫലങ്ങൾ ലഭിക്കും, വമ്പിച്ച പ്രതിഫലങ്ങൾ. ഭൗതികമായ ഈ പറയുന്ന അനുഗ്രഹങ്ങളും നിഅമത്തുകളും മറ്റുള്ള സൃഷ്ടികളും മുഴുവനും നമുക്ക് അധീനപ്പെടുത്തി തരുന്ന ബഹുമാനാദരവുകൾ. അല്ല, ഈ അമാനത്തിന് വിരുദ്ധമായി ചെയ്താൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ചെയ്തു എന്നുണ്ടെങ്കിൽ അതികഠിനമായ ശിക്ഷ ലഭിക്കേണ്ടി വരും. താല്പര്യമുണ്ടോ? സ്വീകരിക്കുവോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം അത് ഏറ്റെടുത്തു, സ്വീകരിച്ചു. മക്കളായ നമ്മൾ മുഴുവനും അതിൽ ആ ബാധ്യത നമ്മൾ ഇന്ന് വഹിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല. അവൻ വല്ലാത്ത ളുൽമാണ് മനുഷ്യൻ ചെയ്തത്, വിവരദോഷമാണ് കാണിച്ചത് എന്നുള്ളത്. മനുഷ്യരായ പല ആളുകളും, നല്ലൊരു വിഭാഗം ആളുകൾ ഈ പറയുന്ന അമാനത്ത് ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് വഹിക്കാൻ, അത് പൂർത്തിയാക്കാൻ കഴിയാതെ പരാജയപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇമാം അഹ്മദ് മറ്റുള്ള ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അദ്ദിൽ അമാനത ഇലാ മൻ ഇത്തമനക, ആര് നിന്നെ വിശ്വസിച്ചു ഒരു കാര്യം ഏൽപ്പിച്ചു ഏറ്റെടുത്തു അത് പൂർണ്ണമായി നീ വീട്ടാൻ തയ്യാറാവണം. വലാ തഖുൻ മൻ ഖാനക, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വഞ്ചിച്ചു എന്ന് കരുതി ചതിച്ചു എന്ന് കരുതി പകരം തിരിച്ചങ്ങട്ടത് ചെയ്യരുതേ. ഓരോ കാര്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിൽ നമ്മൾ ഒരാളുടെ ജോലി തൊഴിൽ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന അമാനത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ബാധ്യത നമ്മൾ നിർവഹിക്കാൻ തയ്യാറാവണം. നമുക്ക് കഴിയാത്ത വിഷയങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് സുരക്ഷിതരാകാൻ തയ്യാറാണ്. ഒക്കെ ഞാനേറ്റു എന്ന് പറഞ്ഞ് പിന്നെ വീഴ്ച വരുത്തിയാൽ വലിയ ഭാരിച്ച ഈ ഉത്തരവാദിത്വം അത് നമുക്കത് പിന്നീട് ബാധ്യതയായി മാറും. ഓരോ മേഖലയിലും ഏത് കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുകളാണെങ്കിൽ, ഭരണം നടത്തുന്ന ആളുകളാണെങ്കിൽ, കുടുംബം കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ, തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിൽ, സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച ഈ അമാനത്ത് അത് നമ്മൾ പൂർണ്ണമായി വീട്ടാൻ തയ്യാറാവുകയാണ്. കഴിഞ്ഞു പോയ സമുദായങ്ങൾ, ബനൂ ഇസ്രായേലിലൊക്കെയുള്ള ചില ആളുകളുടെ ചരിത്രങ്ങൾ കേട്ടാൽ അത്ഭുതം തോന്നും. സാമ്പത്തികമായ ഓരോ കാര്യങ്ങളിൽ, ഇടപാടുകളിലൊക്കെ അവർ കാണിച്ചിരുന്ന ചില കൃത്യമായ ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു പർവ്വതത്തില്, ഒരു മാളത്തില് അപ്രതീക്ഷിതമായി ചെന്നുപെട്ട 3 ആളുകൾ, അവര് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ വിളിച്ച് ദുആ ചെയ്ത സംഭവത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തൊഴിൽ ദാതാവായ ഒരു മനുഷ്യനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കൂലി കൊടുക്കുന്ന സമയത്ത് ഒരു തൊഴിലാളി അത് വാങ്ങാതെ പോവുകയും അവൻ പോയതിന്റെ ശേഷം അവന്റെ ആ സമ്പത്ത്, വെറുതെ ഇരിക്കുന്ന സമ്പത്ത് അദ്ദേഹം അഭിവൃദ്ധിപ്പെടുത്തി അതില് കാലികളെയും മറ്റും വാങ്ങി വളർത്തി പോറ്റി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ എന്റെ കൂലി നൽകാൻ വേണ്ടി ആ മനുഷ്യൻ ആവശ്യപ്പെട്ടപ്പോ ആ മലഞ്ചെരുവിൽ കാണുന്ന മുഴുവൻ കാലികളും നിന്റേതാണ്, കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ ഒരു ശുദ്ധമായ സമ്പത്തിനോട് ആ മനുഷ്യൻ കാട്ടിയ ആ അമാനത്തിൽ ആ മനുഷ്യൻ കാണിച്ച കൃത്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാരിച്ച അപകടകരമായ ആ അപകടത്തിൽ നിന്ന് ആ പറയുന്ന മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് തവസ്സുല് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവർക്ക് ഫറജും രക്ഷയും മോചനവും നൽകിയത്. ഇന്ന് ഈ അമാനത്ത് ആളുകൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ ഓരോ മേഖലകളിലും ആളുകൾ ഇതിൽ ഈ വഞ്ചനയും ഈ പറയുന്ന അമാനത്ത് ആളുകൾ കൃത്യമായി പാലിക്കാതെ ഹറാമായത് കഴിച്ച് ഹറാമായത് ചെയ്ത് വിഭവങ്ങൾ നേടി നല്ല കാര്യങ്ങളിലേക്ക് താല്പര്യമില്ലാത്ത, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തരല്ലാത്ത, അതിന് ഉന്മേഷവും ആവേശവും ഇല്ലാത്ത നിലക്കുള്ള ശരീരങ്ങൾ ഭാരിച്ച ശരീരങ്ങളുമായി പോകേണ്ട ഗതികേട് ആളുകൾക്ക് വരുന്നതിന് നല്ലൊരു കാരണം ഇതുപോലത്തെ കാര്യങ്ങളിലുള്ള വീഴ്ചകളാണ്. സത്യസന്ധതയോടുകൂടെ കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന്റെ ബറക്കത്തും അള്ളാഹുവിന്റെ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ മുന്നേറാൻ തയ്യാറാകുന്ന പക്ഷം അള്ളാഹു അവന്റെ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകിക്കൊണ്ട് ഇവരെ അഭിവൃദ്ധിപ്പെടുത്തും. അവർക്ക് കിട്ടിയ ഈ ഹലാലായ വിഭവങ്ങൾ കൊണ്ട് ഖൈറാത്തുകളിലേക്കും നല്ല കാര്യങ്ങളിലേക്കും മുന്നേറാനുള്ള താല്പര്യവും ഉന്മേഷവും അതിൽ വളർന്നു വരുന്ന മക്കൾ നല്ലവരാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായികളാക്കി തരലുമൊക്കെ ഉണ്ടാകാൻ എത്രയോ സാധ്യതകൾ കൂടുതലാണ്. അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. കഴിവിന്റെ പരമാവധി ഈ പറയുന്ന കാര്യങ്ങളിൽ കൃത്യത പാലിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് സഹായത്തെ തേടുകയും ചെയ്യണം. അമാനാത്തിന്റെ വിഷയത്തിൽ അൽ അമാനാത്തുൽ വാജിബത്തു അലൽ ഇൻസാൻ, മനുഷ്യരായ നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഈ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വമ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ്. പ്രവാചകനോടുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരാ. മറ്റുള്ള മുസ്ലിമീങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ, നിസ്കാരങ്ങൾ, ഇബാദത്തുകൾ, അതേപോലെ സക്കാത്തുകൾ, അതേപോലെ നേർച്ചകൾ, നോമ്പുകൾ, മറ്റുള്ള സൽക്കർമ്മങ്ങൾ മുഴുവനും ഈ അമാനാത്തുകളാണ്. ഇതിൽ കൃത്യത പാലിക്കണം. ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, അതേപോലെ സൃഷ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ, കാശ് കടം കൊടുത്തു, പ്രയാസപ്പെട്ടതല്ലേ, കുടുങ്ങിയിട്ടല്ലേ എന്ന് കരുതി പിന്നെ കൊടുത്തത് തന്നെ ഇങ്ങോട്ട് കഷ്ടപ്പാടും പ്രയാസങ്ങളും ശത്രുതയും വെറുപ്പും അതിന്റെ പേരുള്ള കലഹങ്ങളും, ഇങ്ങനത്തെ പല സംഭവങ്ങളും നമ്മളെല്ലാവരും ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
സാദാൻ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്ന ഷഹാദത തുകഫിറു കുല്ല ദംബിൻ ഇല്ലൽ അമാന. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഒരാൾ ഷഹീദാകുകയാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അമാനത്തൊഴിച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യത്തിൽ വല്ല വഞ്ചനയും കാര്യം കാണിച്ചെങ്കിൽ അതല്ലാത്തതൊക്കെ പൊറുപ്പിക്കപ്പെടും. യുഅ്താ ബിർറജുലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. വഇൻ കാന ഖദ് ഖുതില ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളാണെങ്കിൽ പോലും. എന്നിട്ട് അവനോട് പറയപ്പെടും, അദ്ദി അമാനതക്, നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അത് പൂർത്തിയാക്കിയത് വീട്ട്. അപ്പൊ അവൻ പറയും, അന്നാ ഉഅദ്ദിഹാ വഖദ് ദഹബത്തിദ് ദുനിയ, എവിടുന്ന് എടുത്തു കൊടുക്കാനാ, ഇനി എങ്ങനെ വീട്ടാനാ, ദുനിയാവൊക്കെ പോയില്ലേ, കഴിഞ്ഞില്ലേ എന്ന് പറയും. അപ്പൊ ഫതുമസ്സലു ലഹുൽ അമാനത്തു ഫീ ഖാരി ജഹന്നം, നരകത്തിന്റെ താഴ്ഭാഗത്ത് അതിന്റെ ആഴത്തില് അവൻ ദുനിയാവിൽ നിന്ന് ഏറ്റെടുത്ത ആ അമാനത്ത് അവന് വേണ്ടി അവിടെ പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ ഫതുമസ്സലു ലഹുൽ അമാനത്തു ഫീ ഖാരി ജഹന്നം ഫയഹ്വി ഇലൈഹാ ഫയഹ്മിലുഹാ അലാ ആതിഖി, അങ്ങനെ നരകത്തിലേക്ക് അവൻ വീണുപോകും. അങ്ങനെ അവന്റെ പെരടിയിൽ അതിനെ ചുമന്നുകൊണ്ട് അവൻ കയറി വരും. ഖാല ഫതൻസിലു അൻ ആതിഖി, അവന്റെ പെരടിയിൽ നിന്ന് വീണ്ടും അത് നരകത്തിലേക്ക് ചാടും. ഫയഹ്വി അലാ അസരിഹാ അബദൽ ആബിദീൻ, ഖിയാമത്ത് നാളിൽ വർഷങ്ങൾ നീണ്ട ഈ പറയുന്ന ശിക്ഷ ഈ മനുഷ്യൻ അവിടെ അനുഭവപ്പെടേണ്ടി വരുമെന്ന്. എന്നിട്ട് സാദാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫഅതൈതുൽ ബറാഅ ഫഹദ്ദസ്തുഹു ഫഖാല സദഖ അഖി. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞപ്പോൾ അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്നുള്ള നിലക്ക്, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് നിങ്ങളത് വീട്ടണം, അത് കൊടുക്കണം. അള്ളാഹുവിന്റെ വളരെ ഗൗരവത്തോടു കൂടിയുള്ള കൽപ്പന, ഉപദേശം, നിർദ്ദേശം ഈ വിഷയത്തിലുണ്ട് എന്ന്. ചുരുക്കത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ നീതി ചെയ്യുന്ന ആളുകളോട്, നീതിമാന്മാരായ ആളുകളെ സ്നേഹിക്കും, ആ നീതി അവർ ചെയ്യും. അതേപോലെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സത്യസന്ധരായ വിശ്വസ്തരായ ആളുകളെ സ്നേഹിക്കും, അവർ വിശ്വസ്തരായിരിക്കും. ദീനിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കും, ദുനിയാവിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ലാത്ത മറ്റുള്ള ഏത് വിഭാഗങ്ങൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏത് വലാലത്തിന്റെ വഴിപഴച്ച കക്ഷികളെടുത്ത് നോക്കുകയാണെങ്കിലും അവർ അനീതിയുടെ പക്ഷത്താണ്, അവർ അക്രമത്തിന്റെ പക്ഷത്താണ്. മുസ്ലിമീങ്ങളല്ലാത്ത കുഫാറുകൾ, ഫുജാറുകളെ കുറിച്ച് ആര് നല്ല നീതിമാന്മാൻ, നല്ല സത്യസന്ധനും വിശ്വസ്തനാണ് എന്ന് ആര് പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത് ഉന്നതനായ അള്ളാഹുവിനോട് അവർ ഏറ്റവും വലിയ അനീതി കാണിക്കുന്നവരാണ്. അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ച സൃഷ്ടികളായ നമ്മോട് പറഞ്ഞ ഈ ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ അവർ വഞ്ചകരാണ്. ഏത് നിലക്ക് നീതിമാനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ് എന്ന് ദുനിയാവിന്റെ കാര്യത്തിൽ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിലും, വലാലത്തിന്റെ, ബിദ്അത്തിന്റെ, അനാചാരത്തിന്റെ, ഖുറാഫാത്തിന്റെ ആളുകൾ ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മോട് കൽപ്പിച്ച ഇബാദത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അനീതിയുടെ പക്ഷത്ത്, അക്രമത്തിന്റെ പക്ഷത്താണ്, നീതിയുടെ പക്ഷത്തിലല്ലവരും. അള്ളാഹുവിനുള്ള ഹക്കുകൾ കൃത്യമായി അള്ളാഹുവിന് നൽകുന്നതിന് പകരം ഒരർഹതയുമില്ലാത്ത, ബലഹീനരായ, നിസ്സഹായരായ, ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകി അള്ളാഹുവിനോട് തുല്യരാക്കുന്നവരാണ്, അനീതിയുടെ പക്ഷത്താണ്. അതേപോലെ അള്ളാഹുവിന്റെ ദീന് സത്യസന്ധമായി സാദിഖീങ്ങളായി വിശ്വസ്തരായി ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിന് പകരം കളവായ നിലക്ക് വഞ്ചനയോടുകൂടെ ആളുകൾക്കത് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നവരുമാണ്. അവർ അക്രമത്തിന്റെ പക്ഷത്താണ്, അനീതിയുടെ പക്ഷത്താണ്, വഞ്ചനയുടെ പക്ഷത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ് നീതിയുക്തമായി അള്ളാഹുവിനോടും അവന്റെ സൃഷ്ടികളോടും സ്വന്തം ശരീരങ്ങളോടും നീതിയോടെ, വിശ്വസ്തയോടുകൂടെ വർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫിയത്തിലാണ് എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന കാര്യത്തിലുള്ള വീഴ്ചകൾ പുനഃപരിശോധിക്കാനും കൃത്യത പാലിക്കാനും തയ്യാറാവണം. അള്ളാഹുവിനോട് നിരന്തരം നാം ദുആ ചെയ്യുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.